തുടരുകയാണ്. വയനാട്ടിൽ പാസ്റ്ററെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ സുൽത്താൻ ബത്തേരി പോലീസ് സ്വമേധ്യാ കേസെടുത്തിട്ടുണ്ട്. പാസ്റ്ററെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. ഹിന്ദു വീടുകളിൽ കയറിയാൽ കാലുവെട്ടുമെന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണി മുഴക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ഈ ആക്ഷൻ സോങ് ഉണ്ട്. ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നത്? യേശുവിന്റെ പേരിൽ. എന്തുകൊണ്ട് ചേട്ടൻ ഹിന്ദു വീടുകളിൽ കയറി? ഇനിയും കാല് വിട്ട് അടിയല്ല, അടിയോട് കാര്യമില്ല. അടിച്ചിട്ടുള്ള കാര്യം നമ്മൾ ചോദിച്ചോളൂ. ഇനിതാ ഗെയിംസ് ആൻഡ് കിസ്. ആരുടെ പേരിലാണ് കിസ് നടത്തുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഏത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ എതിൽ നിന്നാണ് ചോദിക്കുന്നത്? ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയ, ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ അവന് ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ച ആൻസർ പറയാനുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ല? ചേട്ടാ സംസാരിക്കേ. ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അവിടെ ആൻസർ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കയറുന്നു? എം കമൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. കമൽ, ഇത് ഉത്തരേന്ത്യയിൽ നിന്നോ ഛത്തീസ്ഗഡിൽ നിന്നോ ജാർഖണ്ഡിൽ നിന്നുള്ള ദൃശ്യങ്ങളല്ല, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ സംഭാഷണം മുഴുവൻ നമ്മൾ ഓരോരുത്തരെയും, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇത് വെക്കേഷൻ സമയത്ത്, അവധിക്കാലത്ത് ആദിവാസി ഊരുകളിലെ കുട്ടികളെ വെക്കേഷൻ ക്ലാസ്സുകളിലേക്ക് വേണ്ടി വിളിക്കാൻ പോയതാണ് ആ പാസ്റ്റർ. അപ്പോഴാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ കാലുവെട്ടും കൈവെട്ടും എന്നുള്ള ഭീഷണി. ആര്യ, ഇത് തീർച്ചയായും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ദൃശ്യങ്ങൾ തന്നെയാണ്. ആര്യ പറഞ്ഞതുപോലെ ഇത് ഉത്തരേന്ത്യയിൽ നിന്നല്ല, മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നല്ല, കേരളത്തിൽ വയനാട്ടിലാണ് ഇങ്ങനെ ഒരു ഭീഷണി. ഇവിടെ ഇത്തരത്തിലുള്ള സംഘടനകൾ, ഈ ബജ്രംഗ് ദളിൻ്റെയൊക്കെ സംഘടനാ സംവിധാനം ഉള്ളതായി അവരുടെ എന്തെങ്കിലും പരിപാടികളൊന്നും നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അത്തരത്തിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനമെന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടായ സംഭവമാണ്. വെക്കേഷൻ കാലത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 3 മാസം മുമ്പ് നടന്ന സംഭവമാണ്. സുൽത്താൻ ബത്തേരി ചെറുകാട് ഉന്നതിയിൽ ഈ കുട്ടികൾക്ക്, ഉന്നതിയിലെ കുട്ടികളെ വെക്കേഷൻ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതാണ് പാസ്റ്റർ എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അന്ന് ഇത് സംബന്ധിച്ച പരാതികളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഈ കന്യാസ്ത്രീ വിഷയം ഉണ്ടായതിനു ശേഷമാണ് ഈ ദൃശ്യങ്ങൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇന്നലെ വരെ ഈ വിഷയത്തിൽ കേസ്. വെക്കേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏപ്രിൽ മെയ്, ഇത് ഈ 2 മാസത്തിൽ എപ്പോഴെങ്കിലും ചിത്രീകരിച്ചതായിരിക്കണമല്ലോ. അത് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓഗസ്റ്റിലാണ്. ഇത്രയും കാലം ഈ ദൃശ്യങ്ങൾ ആരുടെയോ കയ്യിലുണ്ടായിരുന്നു, എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതായത് ഇത് ഈ സമയത്ത് ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് ഇപ്പോൾ ഈ ഛത്തീസ്ഗഡ് വിഷയത്തിന് പിന്നാലെ. പോലീസ് പറയുന്നത് ഇത് സംബന്ധിച്ചൊരു പരാതിയോ ദൃശ്യങ്ങളോ ഒന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേസുണ്ടായില്ല. ഇന്നലെയാണ് ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത്. അതിന് പിന്നാലെയാണ് സുൽത്താൻ ബത്തേരി പോലീസ് സംഘം ചേരൽ, അതുപോലെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ഇട്ട ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ FIRന്റെ പകർപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ സംഘടന, ഇത് ഏതെങ്കിലും ഒരു ഔദ്യോഗികമായ ഇത്തരത്തിലൊരു സംഘടനാ സംവിധാനമുണ്ടോ, അതിൻ്റെ പ്രവർത്തകരാണോ അല്ലെങ്കിൽ ഭാരവാഹികളാണോ എന്നൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളിലെ ആളുകളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു.